കാലത്ത് ശിശുമരണ നിരക്ക് കുറച്ചും രോഗപ്രതിരോധ ശേഷി കൂട്ടിയും ലോക ആരോഗ്യ സംഘടനയുടെ വരെ അംഗീകാരം നേടി ലോകത്തിന് തന്നെ മാതൃകയായ കേരള മോഡൽ ആരോഗ്യരംഗം ഇന്ന് വലിയൊരു കരിനിഴലിലാണ്. പുതിയ ദേശീയ കുടുംബാരോഗ്യ സർവേയായ NFHS 6 കണക്കുകൾ പരിശോധിച്ചാൽ നമ്മൾ ചെന്നെത്തി നിൽക്കുന്നത് ഭയപ്പെടുത്തുന്ന ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയിലാണെന്ന് വ്യക്തമാകും. പ്രമേഹത്തിന്റെയും ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെയും കാര്യത്തിൽ ദേശീയ ശരാശരിയേക്കാൾ ബഹുദൂരം മുന്നിലാണെന്ന് കേരളം. കണക്കുകൾ പ്രകാരം കേരളത്തിലെ 31% പുരുഷന്മാരും 28% സ്ത്രീകളും ഇന്ന് പ്രമേഹ ബാധിതരോ അതിനായി ചികിത്സ തേടുന്നവരോ ആണ്. ഇതിനൊപ്പം തന്നെ നമ്മെ ഏറെ ഞെട്ടിക്കുന്നത് പ്രസവ സംബന്ധമായ C-സെക്ഷൻ അഥവാ സിസേറിയൻ നിരക്കുകളിലെ അനിയന്ത്രിതമായ വർധനവാണ്. ലോക ആരോഗ്യ സംഘടനയുടെ കണക്കു പ്രകാരം 10 മുതൽ 15% വരെ പ്രസവങ്ങളിൽ മാത്രം ആവശ്യമുള്ള സിസേറിയൻ നിരക്ക് ഇന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിന്റെ ഇരട്ടിയിലധികമായി വർദ്ധിച്ചിരിക്കുകയാണ്. സ്വകാര്യ ആരോഗ്യ മേഖലയിൽ ഇത് ചിലയിടങ്ങളിൽ 83% മുകളിലാണ്. അതായത് പ്രസവ സമയത്തിനായി എടുക്കുന്ന 10-ൽ 8 പേർക്കും ശസ്ത്രക്രിയ വേണ്ടി വരുന്നു എന്ന ക്രൂരമായ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് ശാസ്ത്രീയമായി ചിന്തിച്ചാൽ അതിന്റെ പ്രധാന കാരണം മാറിയ ജീവിതശൈലിയും തെറ്റായ ഭക്ഷണ രീതിയുമാണ്. മുൻപ് പ്രായമായവരിൽ മാത്രം കണ്ടിരുന്ന പ്രമേഹവും ഫാറ്റി ലിവറും എന്ന് ചെറുപ്പക്കാരിലും സ്കൂൾ കുട്ടികളിലും വരെ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. ഓഫീസുകളിൽ മണിക്കൂറുകളോളം ഇരുന്നുകൊണ്ടുള്ള ജോലികളും കുട്ടികൾ കളിക്കളങ്ങൾ ഉപേക്ഷിച്ച് മൊബൈൽ ഫോണുകളിലേക്ക് ചുരുങ്ങിയതും ശാരീരിക അധ്വാനം പൂർണ്ണമായി ഇല്ലാതാക്കി. നമ്മുടെ കൺമുന്നിലെ ഭക്ഷണമേളകളെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കൈയടക്കിയപ്പോൾ ശരീരത്തിലെ മെറ്റബോളിസം താറുമാറാവുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കുകയും ചെയ്തു. ഗർഭകാലത്ത് ആവശ്യത്തിന് ശാരീരിക വ്യായാമം ഇല്ലാത്തതും തെറ്റായ ഭക്ഷണക്രമം പിന്തുടരുന്നതുമാണ് പിന്നീട് പല സങ്കീർണതകളിലേക്കും അനാവശ്യമായ സിസേറിയൻ ശസ്ത്രക്രിയകളിലേക്കും നയിക്കുന്നത്. അമിതമായി ശരീരത്തിലെത്തുന്ന അന്നജവും പഞ്ചസാരയും കൊഴുപ്പായി അടിഞ്ഞുകൂടി ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനക്ഷമതയെ പതുക്കെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഈ അവസ്ഥ തുടർന്നാൽ നമ്മുടെ നിത്യജീവിതത്തിലെ ഊർജ്ജസ്വലത പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെറുപ്പകാലത്ത് തന്നെ ഹൃദ്രോഗം, വൃക്കരോഗങ്ങൾ, പക്ഷാഘാതം തുടങ്ങിയ മാരകമായ അവസ്ഥകളിലേക്ക് ശരീരം എത്തിച്ചേരുകയും ചെയ്യും. ഇത് കേവലം ചില അക്കങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ നാളത്തെ തലമുറ നേരിടാൻ പോകുന്ന വലിയൊരു ആരോഗ്യ ദുരന്തത്തിന്റെ കൃത്യമായ മുന്നറിയിപ്പാണ്. നിയന്ത്രണമില്ലാതെ ജീവിതശൈലി രോഗങ്ങളും വർദ്ധിച്ചു വരുന്ന ശസ്ത്രക്രിയകളും നമ്മുടെ പൊതു ആരോഗ്യത്തെ മാത്രമല്ല ഓരോ കുടുംബങ്ങളുടെയും സാമ്പത്തിക ഭദ്രതയെ കൂടി തകർത്തെറിയും. രോഗം വന്നതിനു ശേഷം ആശുപത്രികളിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് നല്ലതാണ് രോഗം വരാതെ നോക്കുന്നത് എന്ന പഴയ ആപ്തവാക്യം നമ്മൾ വീണ്ടും ഓർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇതിനുള്ള പരിഹാരം തികച്ചും ലളിതവും പണം ചിലവില്ലാത്തതുമായ ചില പ്രകൃതിദത്ത ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. അമിതാഹാരം പൂർണ്ണമായും ഒഴിവാക്കുകയും അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറച്ച് പച്ചക്കറികളും ഇലക്കറികളും പഴങ്ങളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. ജങ്ക് ഫുഡുകളുടെയും കൃത്രിമ പാനീയങ്ങളുടെയും അമിത ഉപയോഗം കുട്ടികളിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ രക്ഷിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇതിനൊപ്പം തന്നെ ചിട്ടയായ ശാരീരിക വ്യായാമം ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാക്കണം. ഗർഭകാലത്തും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശരിയായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണ രീതിയും ശീലിച്ചാൽ സങ്കീർണതകൾ ഒഴിവാക്കുവാനും സുഖപ്രസവത്തിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനും തീർച്ചയായും സഹായിക്കും. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് മറ്റാരുടെയും അല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഉത്തമമായ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയുക. പ്രതിരോധത്തിന്റെ ഈ പുതിയ പാഠങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്താനും നമ്മൾ ഇനി ഒട്ടും വൈകിക്കൂടാ. ഈ വീഡിയോ മുഴുവൻ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾ ഇത് വെറുമൊരു അറിവായി ഒതുക്കാതെ നിങ്ങളുടെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ഇപ്പോൾ തന്നെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക.